നമ്മളങ്ങനെ യൂണിറ്റ് 8ലേക്ക് വന്നു. അതായത് ബ്ലോക്ക് 3 തേർഡ് ബ്ലോക്കിൻ്റെ അകത്താണ് യൂണിറ്റ് 8 വരുന്നത്. ഇവിടെ നോക്കാനുള്ളത് എല്ലാം ന്യൂ എക്കണോമിക് പോളിസികളാണ്. ഏറ്റവും ആദ്യം 1991, 2014, 2020. അതിൻ്റെ അകത്ത് വന്ന മെയിൻ പരിപാടികൾ എന്തൊക്കെയാണ്, എന്തിനാണ് എക്കണോമിക് പോളിസി സാമ്പത്തിക നയം കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ഓരോ കാലഘട്ടവും ആവശ്യപ്പെടുന്നത് ഓരോ കാര്യങ്ങളാണല്ലേ. ആ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചിലയിടത്ത് ബേസിക് നീഡ്സ് ആയിരുന്നു 91-ലെങ്കിൽ 2014 കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിരുന്നു. ഇവിടേക്ക് എത്തിയപ്പോൾ സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞ സാധനത്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. നോക്കാം. 1991 ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും പറയേണ്ട 3 വാക്കുകളാണ് LPG: ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. കൂടുതൽ ഇൻഡസ്ട്രികൾ തുടങ്ങാനുള്ള ലിബേർട്ടി കൊടുത്തു, ഫ്രീഡം കൊടുത്തു, അനുവാദം കൊടുത്തു. പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഗ്ലോബലൈസേഷൻ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുതൽ വരാൻ തുടങ്ങി. എവിടെ തൊട്ട്? 91 തൊട്ട്. ഓക്കെ. ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്ത് നടന്നു? ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം കിട്ടി. ഇവിടെ പറയുന്ന വേറെ ചില കാര്യങ്ങളാണ്. അതന്നെ അവിടെ പറയുന്നു. 18 ഇൻഡസ്ട്രികൾ 1991 18 ഇൻഡസ്ട്രികൾക്ക് മാത്രമേ എന്താവശ്യമുള്ളായിരുന്നുള്ളൂ. പിന്നെ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ, ബിസിനസ് തുടങ്ങാൻ ലൈസൻസിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് ഒരുപാട് ഇതുണ്ടായി. ലൈസൻസ് ഉണ്ടെങ്കിൽ ഒരു 90% ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നുള്ള അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് മാറ്റി വെറും 18 ഇൻഡസ്ട്രികൾക്ക് മാത്രമാക്കി. കാര്യം അതിന് അഴിച്ചു വിട്ടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളത് മാത്രം എന്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നു? ലൈസൻസിങ്ങിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അപ്പോൾ അതാണ് നമ്മൾ ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ലൈസൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊസീജിയറിൻ്റെ ഇതിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നു. ഒരു 18 ഇൻഡസ്ട്രികളെ മാത്രം, ഈ പടക്കം, ഹസാഡിയസ് കെമിക്കൽസ്, സെക്യൂരിറ്റി കാണിച്ചാനുള്ള സാധനങ്ങൾ, അതിനൊക്കെ മാത്രം ലൈസൻസ് നിർബന്ധമാക്കിയിട്ട് ബാക്കിയുള്ളൊക്കെ ലൈസൻസിൻ്റെ പിറകിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. പിന്നെ പബ്ലിക് സെക്ടറിൻ്റെ കീഴിൽ മാത്രമായിട്ട് റിസർവ് ചെയ്ത്, അതായത് ഗവൺമെൻറ് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് 2 കാര്യങ്ങൾ മാത്രമാക്കി. ബാക്കി എന്തൊക്കെയാണ്? അറ്റോമിക് എനർജിയും റെയിൽവേയും. ഓക്കെ, ഇതൊക്കെ 1991 എന്തൊക്കെ ലിബറലൈസേഷൻ വന്നു എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ദ റിക്വയർമെൻ്റ് ലൈസൻസ് ഇൻഡസ്ട്രി വിത്തിട്ട്, അത് പിന്നെയും ലൈസൻസിങ്ങിലൊരു ഇളവ് ബിസിനസ്സിന് കൊടുത്തതാണ്. പിന്നെ FDIകൾ വരാൻ തുടങ്ങി. അഞ്ചാമതായിട്ട് ഈ MRTP ആക്ട് കൊണ്ടുവന്ന് എന്ത് ഉറപ്പാക്കി? ചില ഫ്രോഡൽ ആക്ടിവിറ്റി ആരും ചെയ്യുന്നില്ല, എല്ലാവർക്കും ഫെയർ എൻട്രി ഉണ്ട് മാർക്കറ്റിലേക്ക്. ബിസിനസ് ഫ്രീ, ആർക്കും എൻട്രി ചെയ്യാൻ ഉള്ള അനുവാദമുള്ള ബിസിനസ്സിൽ ആർക്കും എൻട്രി ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പാക്കാൻ ഒരു ലോ കൊണ്ടുവന്നു. പിന്നെ സിക്കായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? റിവൈവ് ചെയ്യാൻ തുടങ്ങി, പുതുക്കാൻ തുടങ്ങി. കഴിയാത്തതിന് എന്ത് ചെയ്യാൻ തുടങ്ങി? അടച്ചു കൂട്ടാനും തുടങ്ങി. വെറുതെ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫോമുകളുണ്ടായിരുന്നല്ലോ, അതൊക്കെ അടച്ചു കൂട്ടാനും തുടങ്ങി. രണ്ടാമതാണ് പ്രൈവറ്റൈസേഷൻ പറയുന്നത്. പ്രൈവറ്റൈസേഷൻ്റെ അകത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? ഗവൺമെൻറ് മാത്രം അടക്കി ഭരിച്ചിരുന്നിടത്തേക്ക് പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. പബ്ലിക് സെക്ടറുകളിൽ പ്രൈവറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടാൻ തുടങ്ങി. പിന്നെ ഗ്ലോബലൈസേഷൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? ഇമ്പോർട്ട് ഡ്യൂട്ടികൾ കുറച്ചുകൊണ്ടും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും വിദേശത്തുള്ളവർ ഇങ്ങോട്ട് വരികയും നമ്മൾ അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ട്രേഡിൻ്റെ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റലൊക്കെ എന്താണ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി. എന്നാണ് ഗ്ലോബലൈസേഷനിലൂടെ നടന്നത്. അപ്പോൾ വിദേശത്തുള്ളവർക്ക് ഇവിടെ വരാനും ഇവിടെ ഉള്ളവർക്ക് വിദേശത്ത് പോയി ബിസിനസ് ചെയ്യാനും നമ്മുടെ കൺട്രിയിൽ നിന്ന് വച്ചിരുന്ന റെസ്ട്രിക്ഷൻസ് പലതും എന്ത് ചെയ്യാൻ തുടങ്ങി? ലിബറലാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗ്ലോബലൈസേഷൻ മീൻസ് ബ്രിങ്ങിങ് വേൾഡ് ടു അസ് എന്നാണ് പറയുന്നത്. പുറത്തുള്ള ലോകത്തിന് ഇന്ത്യയിലേക്ക് കൂടെ അടുപ്പിക്കുക. അപ്പോൾ അതിന് എന്തായി ഉപകരിക്കുന്നു? നമ്മുടെ ഗ്ലോബലൈസേഷൻ അപ്രോച്ച് ഉപകരിച്ചു. ഇതെല്ലാം എവിടെ വന്നതാണ്? 1991 സ്കീമായിരുന്നു. ഓക്കെ. അവിടെ നിന്ന് 2014 എത്തിയപ്പോൾ 2014 ന്യൂ എക്കണോമിക് പോളിസി എത്തിയപ്പോൾ കുറച്ചുകൂടെ ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫ്രീഡം അവിടെയാണ് വന്നത്. ഓക്കെ. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പോൾ പറഞ്ഞ ബേസ് തന്നെയാണ്, എന്നാൽ കുറേ കൂടെ ഫ്രീഡം വന്നു എന്നുള്ള സാധനമാണ് അവിടെ. ഫോറിൻ ട്രേഡ് പോളിസി. ഓക്കെ. ഡയറക്ടർ ഓഫ് ഫോറിൻ ട്രേഡാണ് ഫോറിൻ ട്രേഡ് പോളിസി ഇറക്കുന്നത്. അതിനകത്ത് എന്ത് കൊണ്ടുവന്നു? കുറേ ഇളവുകൾ കൊണ്ടുവന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം. ഈ സ്കീമിൻ്റെ കീഴിൽ ഒരുപാട് എക്സ്പോർട്ടുകളെ സപ്പോർട്ട് ചെയ്യുന്നത്, ചില സ്പെസിഫിക് കൺട്രിയിലേക്ക് ചില സ്പെഷ്യൽ പ്രൊഡക്റ്റുകളുടെ എക്സ്പോർട്ടുകളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പല കോംപ്ലിക്കേഷൻസിൽ നിന്നും അതിനെ വെളിയിൽ കൊണ്ടുവരാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ സർവീസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം. ഇന്ത്യയിൽ നിന്ന് സർവീസുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, അതായത്
നമ്മളിപ്പം എന്താ പറയുക, വിദേശത്തുള്ള കമ്പനികളുടെ കോൾ സെൻ്ററൊക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്യും. അപ്പോൾ ആ കോൾ സെൻറ്റർ പരിപാടി നമ്മൾ ഇവിടുത്തെ സർവീസ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിന് ഉള്ള എന്താണ് പിന്നെ കൂടുതൽ സപ്പോർട്ട് ഗവൺമെൻറ് ഭാഗത്ത് ചെയ്ത് കിട്ടാൻ തുടങ്ങി. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ ലാസ്റ്റ് മൊമെൻറ്റ് പഠിക്കുന്നവർക്കൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റത്തില്ല, ലീവ് ഇറ്റ്. പിന്നെ GST വന്നു എന്നുള്ളത് എന്താണ് 2014 കാലഘട്ടത്തിൻ്റെ ഒരു ഊന്നൽ തന്നെയാണ്, ഓഫ് കോഴ്സ്. പിന്നെ പ്രധാനമന്ത്രി ജൻധൻ യോജന, അതായത് എന്താണ് ഈ ബാങ്കുകളെ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഏറ്റവും കൂടുതൽ കൂടിയത് ഈ ഒരു സ്കീമിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്നൊരു വാക്കുമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ മീൻസ് ഇന്ത്യക്ക് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റമുണ്ട്, അതിൻ്റെ പുറത്ത് നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ടായിരുന്നു. അതായത് മിനിമം ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാവുക മീൻസ് മിനിമം എന്ത് ചെയ്യണം, ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അവിടെ ഒരു സേവിങ്സ് വേണം. അതുപോലില്ലാതെ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ചെയ്യുക എന്നതായിരുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ഉദ്ദേശം. ആർക്കും സീറോ ബാലൻസോട് കൂടി പ്രത്യേകിച്ച് ചാർജ് ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിൻ്റെ കീഴിൽ വരുന്നതാണ്. 2 ലക്ഷം വരെ ഇൻഷുറൻസ് കവറേജ് ആ ഒരു അക്കൗണ്ടിലേക്ക് ബെനിഫിറ്റായിട്ട് കിട്ടുന്നുണ്ട്. ചിലർക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുത്തായിരുന്നു, ATM കാർഡുകൾ കൊടുത്തു, ചാർജസ് ഒന്നും വാങ്ങാതിരുന്നു, പിന്നെ ഇൻഷുറൻസ് കവറേജും ഈ പറഞ്ഞ പരിപാടികളൊക്കെ ഒരുപാട് എന്താണ് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ, ആ പ്രധാനമന്ത്രി ജൻധൻ യോജനയിലെ ഭാഗം അവരെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബെനിഫിറ്റുകൾ അതിൻ്റെ കൂടെ കൊടുത്തു എന്നുള്ളതാണ്. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ അതിലൊരു 11% അങ്ങനെ എന്തോ ഒരു പെർസെൻറ്റേജ് ഇനാക്റ്റീവായിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് കുറേ സാധാരണക്കാർ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പ്രേരിപ്പിച്ചൊരു സ്കീമായിരുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജന. പിന്നെ പറയുന്ന ഒന്നാണ് മുദ്ര ലോൺ. മുദ്ര ലോൺ എന്ന് പറയുന്നത് എന്താ പറയുക, മൈക്രോ ആൻഡ് സ്മോൾ ഫിനാൻസുകളുണ്ട്, എൻ്റർപ്രൈസുകളുണ്ടല്ലോ, അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. മുദ്രയുടെ ഫുൾ ഫോം ഇതാണ്, മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നുള്ളതാണ്. ഇവർക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എല്ലാ ചെറുകിടക്കാർക്കും കൊടുക്കുന്നതല്ല. അവരെടുത്ത് പറയുന്നുണ്ട് നോൺ ഫാം മൈക്രോ എന്ന്. എന്തുകൊണ്ടാണ് നോൺ ഫാം മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്? കാരണം ഫാമിങ്ങിന് വേറെ പല സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഫാമിങ് അല്ലാത്തവർക്ക് ഈ പറഞ്ഞ എനിക്കത് മുദ്ര ലോണിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് ഇൻ്റേണലി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യമില്ല. 3 ടൈപ്പ് ലോണുണ്ട്, ശിശു, കിഷോർ, പിന്നെ കിരണോ അങ്ങനെ എന്തോ ഒരു സാധനങ്ങളുണ്ടായിരുന്നു. ശിശു, കിഷോർ ആൻഡ് വൺ മോർ തിങ് കിരണല്ല, തരുൺ. ശിശു 50,000 രൂപയുടെ ലോണായിരുന്നു തുടക്കത്തിൽ കൊടുക്കുന്നത്. ബ്രിഡ്ജിങ് ആയിട്ടാണ് കിഷോർ കൊടുക്കുന്നത്. കിഷോർ പക്ഷേ 5 ലക്ഷം അല്ലല്ലോ, കിഷോർ അല്ല 5 ലക്ഷം, തരുണാണ് 5 ലക്ഷം. ഓക്കെ, സോറി, ഇത് 50,001 അവർ ഇട്ടേക്കുന്നത്. അവരിട്ടപ്പോൾ മാറിപ്പോയി, 5,01,000 ഇട്ടേക്കുന്നത്, 50,000 കേട്ടോ ഉദ്ദേശിച്ചത്. തരുൺ എന്ന് പറഞ്ഞാൽ 3ാമതൊരു കാറ്റഗറി കൂടെ ഉണ്ട്, പോട്ടെ, അവർ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. 3 കാറ്റഗറിയിലായിട്ടാണ് എന്ത് കൊടുക്കുന്നത്, മുദ്ര ലോൺ കൊടുക്കുന്നത്. പിന്നെ സ്വച്ഛ് ഭാരത് മിഷൻ. സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഒരു വലിയൊരു ഉദ്ദേശം എന്ത് തന്നെയായിരുന്നു, നമ്മൾ പലരും കളിയാക്കുന്ന പോലെ ശൗചാലയങ്ങൾ കൊണ്ടുവരിക എന്ന് തന്നെയായിരുന്നു. ബട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയുന്നതോടാണ് കേട്ടോ നമ്മൾ കളിയാക്കുന്നത്. ശൗചാലയം എന്ന് പറഞ്ഞ സാധനം ഒരു രാജ്യത്തിന് എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ചില ഉൾഗ്രാമങ്ങളിലൊക്കെ ചെന്നൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ അവൾ വളരെ സക്സസ്ഫുള്ളായിട്ട് എന്തിൻ്റെ കീഴിൽ ചെയ്യാൻ പറ്റി, സ്വച്ഛ് ഭാരത് മിഷൻ്റെ കീഴിൽ ചെയ്യാൻ പറ്റി. മേക്ക് ഇൻ ഇന്ത്യ എന്താണ് സെൽഫ് റിലയൻറ്റ്, പല മാനുഫാക്ചറിങ്ങിലും ഇന്ത്യനെ സെൽഫ് റിലയൻ്റ് ആക്കാൻ വേണ്ടി ഇന്ത്യൻ ഇൻഡസ്ട്രീനെ 25 സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ 25 സെക്ടറിലും ഇന്ത്യ സ്വന്തമായിട്ട് എന്തുണ്ട് ക്രിയേഷൻ നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ട പരിപാടികളും സപ്പോർട്ടുകളും ചെയ്യുന്ന സ്കീമായിരുന്നു മേക്ക് ഇൻ ഇന്ത്യ സ്കീം. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് റിസർവ് 26 ഐറ്റം ദാറ്റ് വിൽ ബി ഓൺലി പ്രൊഡ്യൂസ് ബൈ ലോക്കൽ സപ്ലൈസ്. ഇതേപോലെ ലോക്കൽ സപ്ലൈസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്തു, റിസർവ് ചെയ്തും അവർക്ക് കുറച്ച് ബെനിഫിറ്റുകൾ കൂടുതൽ കൊടുത്തുമൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ലോക്കൽ പ്രൊഡക്ഷൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ തുടങ്ങി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ പേര് പറയുന്ന പോലെ തന്നെ സ്റ്റാർട്ടപ്പ് സ്കീമിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന സാധനം സാധാരണക്കാർക്കിടയിൽ പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടും പിന്നെ
കൂടുതൽ ഫണ്ട് മാത്രമല്ല അവിടെ കൊടുക്കുന്നത്, ട്രെയിനിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് സ്കീമിൻ്റെ കീഴിൽ വരുന്നുണ്ട്. പിന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന LPG കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ഇൻഡസ്ട്രി ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ട്രെയിനിങ്ങും സപ്പോർട്ടും അവിടെ ജോലി ചെയ്ത് ഉദ്ദേശിക്കുന്നവർക്ക് പല കാര്യങ്ങളും കൊടുക്കാൻ, പ്ലേസ്മെൻറ്റ് പോലത്തെ പല കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 2014 അപ്പോൾ ഈ പറഞ്ഞ ഹെഡിങ് പഠിക്കാൻ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാമെന്നല്ലാതെ ഇപ്പോൾ ഇരുന്ന് കാണാതെ പഠിക്കാൻ നിൽക്കരുതെന്ന് ഞാൻ പറയൂ. ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാം. കാര്യം ഓരോന്നും ഇങ്ങനെ ചോദിക്കത്തില്ല, പലതും നമുക്ക് കൈനിട്ട് എഴുതാനുള്ള സ്കോപ്പ് തരുന്ന രീതിയിലായിരിക്കും. ഒരു ബേസിക് ഐഡിയ എന്തായാലും വേണം, എന്തിനാണ് ഓരോ സ്കീമും വന്നത്, എന്തൊക്കെയാണ് സ്കീം എന്നുള്ള, ബാക്കിയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ. ഓക്കെ, ദെൻ ഇനി 2020 എന്തൊക്കെ വന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആത്മനിർഭർ ഭാരത് തന്നെയാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയും സെൽഫ് റിലയൻ്റ് ആക്കുക എന്ന ഉദ്ദേശത്തോടെ വന്നതാണ് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത്. ഓക്കെ, നരേന്ദ്രമോദി മെയ് 20 ഡിക്ലെയർ ചെയ്യുന്നു. ആത്മനിർഭർ ഭാരത് അതിൻ്റെ മെയിൻ പാർട്സാണ് പറയുന്നത്. ഡിമാൻഡ്, ഡെമോഗ്രഫി, എക്കോണമി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റം. ഓക്കെ, MSMEകളെ റീഡിഫൈൻ ചെയ്തു. അതായത് അവരുടെ ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. ഒരു ഫേമിനെ മൈക്രോ ഫേം എന്ന് വിളിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിനെ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് വിളിക്കണമെങ്കിൽ 1 കോടിന് താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ ആനുവൽ ടേൺ ഓവർ 5 കോടിയുടെ താഴെ ആക്കണമെന്നായിരുന്നു. പണ്ട് ഇത്ര അല്ല, വളരെ ചെറിയ എമൗണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അവരാണ് ഇത്ര ആക്കിയത്. ഒരു സ്മോൾ എൻ്റർപ്രൈസ് എന്ന് വിളിക്കണമെങ്കിലോ 1 കോടിക്കും 10 കോടിക്കും ഇടയിലായിരിക്കണം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, 5 കോടിക്ക് 50 കോടിക്ക് ഇടയിലായിരിക്കണം അവരുടെ ടേൺ ഓവർ. ഇനി മീഡിയം എന്ന് വിളിക്കണമെങ്കിലോ 10 കോടിക്കും 50 കോടിക്കും ഇടയ്ക്കായിരിക്കണം. ഇനി അവരുടെ ആനുവൽ ടേൺ ഓവറോ 50 കോടിക്കും 250 കോടിക്ക് ഇടയ്ക്കായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ? ഈ MSME എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിനെന്തുണ്ട്, ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഒരു സാധാരണ ഒരു കമ്പനിയേക്കാൾ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് MSMEക്ക്. ഈ കമ്പനിയുടെ അത്ര വലിയ രജിസ്ട്രേഷനും പ്രൊസീജിയറൊന്നുമില്ല. അങ്ങനെ കുറേ പരിപാടികൾ എന്തുണ്ട്, ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒട്ടുമിക്ക കമ്പനികൾക്ക്, ഇപ്പോൾ ഈ പറഞ്ഞ 50 കോടി ഇൻവെസ്റ്റ്മെൻ്റ് എന്നും 250 കോടി ഇതെന്നും പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക കമ്പനികൾ MSMEയുടെ കീഴിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ബെനിഫിറ്റ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാവുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് ചെയ്തത്, ഈ ഡെഫിനിഷനൊന്ന് മാറ്റി ചെയ്ത്. ഓർമ്മയുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. കൊളാട്രൽ ഫ്രീ ലോൺ എത്ര വരെ കൊടുക്കും? 45 ലക്ഷം യൂണിറ്റുകൾക്ക് വരെ കൊടുത്തു. 10,000 കോടി ഫണ്ട് ഇവർക്ക് വേണ്ടി കണ്ടെത്തി. ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? പറഞ്ഞ അതിൻ്റെ ഒരു സ്കോപ്പ് കൂട്ടിയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആകാൻ തുടങ്ങി. അഗ്രികൾച്ചർ. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ വായിച്ച് പോകുന്നത് എനിക്കിന്നത് ചെയ്യാനൊന്നുമില്ല. നിങ്ങൾക്കും വായിച്ച് കാര്യം മനസ്സിലാക്കുക എന്നല്ലാതെ എന്തില്ല, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കോൺസെപ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. ഓക്കെ, 2020 മറ്റൊരു മേജർ കാര്യമാണ് 1 കാർഡ് 1 നേഷൻ. നിങ്ങൾക്ക് ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാമെന്നുള്ളൊരു സിസ്റ്റം വന്നു. അതുകൊണ്ട് എന്ത് പറ്റി, ഈ അതിഥി തൊഴിലാളികൾക്കൊക്കെ അവരുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറി കിട്ടി. കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ട സാധനമായിരുന്നു. പിന്നെ ഡിഫൻസിൻ്റെ അകത്ത് 74% വരെ എന്ത് കൊണ്ടുവന്നു, ഓട്ടോമാറ്റിക് റൂട്ട് FDI കൊണ്ടുവന്നു. ഓട്ടോമാറ്റിക് റൂട്ട് മീൻസ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാത്ത നേരിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റേ ഗവൺമെൻറ് റൂട്ടുണ്ട് കേട്ടോ. ഗവൺമെൻറ് റൂട്ടാണെങ്കിൽ ഇവരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ആദ്യം ഗവൺമെൻറ്റിനോട് ചോദിച്ച് ഗവൺമെൻറ് അപ്രൂവ് ചെയ്താലേ പോകാൻ പറ്റത്തുള്ളൂ. ഓട്ടോമാറ്റിക് റൂട്ട് ഡയറക്റ്റ് ആ സാധനത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം വിദേശത്തുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ വിദേശത്തുള്ളവർക്ക് ഡയറക്റ്റായിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? 74% വരെ ഡിഫൻസ് മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്കീം കൊണ്ടുവന്നു. പിന്നെ കുറേ സ്കീമിൻ്റെ പേരൊക്കെ ഉണ്ട്, പഠിക്കാനൊന്നും നടക്കത്തില്ല. എനർജി സെക്ടറിൽ പലതും കൊണ്ടുവന്നു. സോഷ്യൽ സെക്ടറിൽ അതർ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് എന്ത് പറയുന്നുണ്ട്, LTC, ലീവ് ട്രാവൽ കൺസെഷൻ, നമ്മുടെ ടാക്സിനകത്തുള്ളൊരു സാധനമാണ്. പോട്ടെ, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, പറ്റുന്നത്രയും സ്കീമുകളുടെ പേരും അതിൻ്റെ അകത്ത് മേജർ കാര്യം മാത്രം ഒന്ന് നോട്ടീസ് നോക്കി വയ്ക്കും. ഓക്കെ, അല്ല അതെല്ലാം പഠിക്കുന്നത് നടക്കത്തില്ല. 2020 എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ ഒരു മിനിമം കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ വേണം. 2014 എന്ത് നടന്നു എന്ന് ചോദിച്ചാൽ ഒരു മിനിമം കണ്ടൻറ്റ് കയ്യിൽ വേണം. 1991 ചോദിച്ചാൽ ഏറ്റവും മിനിമം എന്താ വേണ്ടത്, LPG പറഞ്ഞ് പോകാൻ പറ്റണം. 2020 വരുമ്പോൾ ഈ പറഞ്ഞ ആത്മനിർഭർ ഭാരത് പോലത്തെ സാധനങ്ങളൊക്കെ പറഞ്ഞ പ്രധാനമന്ത്രി ജൻധൻ യോജന, അത് 2014 അതൊക്കെ ഒന്ന് പറയാനുള്ളത് കയ്യിൽ വേണം. ഓക്കെ, അതിന് വേണ്ടി ആ ഒരു കോൺസെപ്റ്റോട് കൂടി വായിക്കുക. അപ്പോൾ 1991 ഒരു മിനിമം ഒരു 5
മേജർ പോയിന്റുകൾ പറയാൻ എൻ്റെ കയ്യിൽ വേണം. കാര്യം എന്താ, ഞാൻ എഴുതാൻ പോകുന്നത് 20 മാർക്കിൻ്റെ പരീക്ഷയാണ്. എനിക്കൊരു ആൻസർ എഴുതാൻ 4 പേജസ് കിട്ടും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, 5 പോയിന്റുകൾ അറിയാമെങ്കിൽ ഈ 4 പേജുകളിലും പിന്നെ ഒരല്പം കൂടെയൊക്കെ ആയിട്ട് ഈ 5 പോയിന്റ് എനിക്ക് നിവർത്തി എഴുതിയാൽ 20 മാർക്കിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു കാൽക്കുലേഷൻ മനസ്സിൽ വേണം. ഡിസ്കസ് ദ റാഷണൽ ബിഹേവിയർ, ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ഡിസ്കസ് ദ റാഷണൽ ബിറ്റ്വീൻ എക്കണോമിക് റിഫോം ഇൻട്രൊഡ്യൂസ് ഇൻ 1991. എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞാൽ മതി, ചോദ്യം വേറെ ആണെങ്കിൽ പോലും. വാട്ട് ആർ ദ എലിജിബിലിറ്റി കണ്ടീഷൻസ് ആൻഡ് ബെനിഫിറ്റ് റിസീവ്ഡ് ബൈ പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് ബെനിഫിറ്റ്, ഇതൊക്കെ എലിജിബിലിറ്റി ഉണ്ട്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, എന്തായാലും നോക്കുക. ഓക്കെ, ദെൻ പ്രധാനമന്ത്രി ജൻധൻ യോജന ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നൊരു സാധനമാണ്. അതിൻ്റെ ബെനിഫിറ്റുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻഷുറൻസ് കിട്ടുന്നതും സീറോ ബാലൻസിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നു. 15,000 വരെ നമുക്ക് ചിലർക്ക് നോട്ട് ഫോർ ഓൾ അവർക്ക് കിട്ടും, വിഡ്രോവലിനുള്ള ഇത് കൊടുക്കും, ഓവർ ഡ്രാഫ്റ്റിനുള്ള സൗകര്യം കൊടുക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. വാട്ട് ആർ ദ ഫെസിലിറ്റീസ് ഓഫേർഡ് അണ്ടർ സ്വച്ഛ ഭാരത് മിഷൻ, എളുപ്പമാണ്, കുറച്ചുള്ളത് നോക്കാം. ഡിസ്കസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ആൻഡ് ബേസിക് റീസ്ട്രക്ഷൻ, അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതൊന്നും വലിയ പരിപാടിയില്ല. ഇവർ അവസാനം ആത്മനിർഭർ ഭാരത് അഭിയാനെക്കുറിച്ച് അഡീഷണലായിട്ടൊരു അപ്പൻഡിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 5 പില്ലേഴ്സ്. എന്താണ് ആത്മനിർഭർ ഭാരത്? COVID-19 ശേഷം, അതാണ് മെയിൻ പോയിന്റ്. COVID-19 ശേഷം ഇന്ത്യൻ എന്ത് ചെയ്യുക, പഴയതുപോലെ സെൽഫ് റിലയൻ്റ് ആക്കുക, സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പറ്റുന്നൊരു രാജ്യമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഒരു അഭിയാനാണ്, ഒരു പ്രോഗ്രാമാണ് ആത്മനിർഭർ അഭിയാൻ. ഓക്കെ, അതിൻ്റെ മേജർ 5 പില്ലേഴ്സ് പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഇക്കോണമി ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തുക, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉറപ്പാക്കുക, ഒരു ടെക്നോളജി ഡ്രിവൺ സിസ്റ്റം കൊണ്ടുവരിക, ഇന്ത്യയുടെ ഡെമോഗ്രഫി ഇൻ ദ സെൻസ് നമ്മുടെ പോപ്പുലേഷനും ആ കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഡിമാൻഡ്, നമുക്ക് ഇന്ത്യക്കകത്ത് എന്തുണ്ട്, നമ്മൾ ഒരു നല്ലൊരു കൺസ്യൂമർ കൺട്രിയാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഡിമാൻഡിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ്. റിഫോംസ് ഓഫ് MSMEകളെ റിഫോം ചെയ്ത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരിധികളിൽ വ്യത്യാസം കൊണ്ടുവന്നു, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ കൂട്ടി, അഗ്രികൾച്ചർ സെക്ടറിൽ എന്ത് ചേഞ്ച് കൊണ്ടുവന്നു, എംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ പക്ക ഡേറ്റയാണ്. മേജർ പോയിന്റുകളെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. ആത്മനിർഭർ ഭാരത് റിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ആത്മനിർഭർ ഭാരത് 2, 3, 4 ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 4ലാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിലവിൽ 4 ആണ് റണ്ണിങ്, ഇതിൽ വന്നിട്ടില്ല. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോരോ അഡീഷണൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഓരോന്നും കാണാൻ പഠിക്കാറുള്ളതല്ല, അതിൻ്റെ അത് പറഞ്ഞു തരാനായിട്ടൊന്നുമില്ല. നോക്കുക, വായിച്ചു നോക്കാം. ആത്മനിർഭർ ഭാരത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജൻധൻ യോജന, അതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രതീക്ഷിക്കാവുന്നൊരു പോയിൻ്റാണ്. യൂണിറ്റ് 9ലേക്ക് വരുമ്പോൾ ഓക്കെ, ഫിസ്ക്കൽ പോളിസി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം. ബാങ്കിങ് സെക്ടറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാങ്കിങ് സെക്ടർ, നമ്മുടെ ഇന്ത്യയുടെ ബാങ്കിങ്ങിൻ്റെ അകത്ത് റിപ്പീറ്റഡായിട്ട് വന്ന പല കാര്യങ്ങൾ, റിപ്പീറ്റഡായിട്ട് വന്ന ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ബാങ്കിങ്ങിനെ കുറിച്ച്. ഇവിടെ നിന്നല്ല ഞാൻ പറഞ്ഞു, ഇവിടുത്തെ കാര്യമില്ല, പലയിടത്തും ഇന്ത്യൻ ബാങ്കിനെ കുറിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നാഷണലൈസ്ഡ് ബാങ്കുകൾ ഏതൊക്കെയാണ്, ഏത് വർഷം ഏതൊക്കെ ബാങ്ക് നാഷണലൈസ്ഡായി, എത്ര ബാങ്ക് നാഷണലൈസ്ഡായി എന്നൊക്കെ ചോദ്യം വരാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കഥ തുടങ്ങുന്ന ഇവിടെ നിന്നാണ്. നരസിംഹ കമ്മിറ്റി 1991. അപ്പോൾ എന്തിനാണ് ഈ നരസിംഹ കമ്മിറ്റി കൊണ്ടുവന്നത്? അതുവരെ ഒരുപാട് തകരാറുകളോടെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ തകരാറുകളൊന്ന് മറികടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്തുകൊണ്ടാണ് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ് നരസിംഹ കമ്മിറ്റി കൊണ്ടുവരുന്നത്. അവർ പറഞ്ഞ മേജർ റെക്കമെൻഡേഷൻ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക. നിലവിലുള്ള സിസ്റ്റം ഇൻഫ്ലെക്സിബിൾ ആണതുകൊണ്ട് മാക്സിമം ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക. ഫാമേഴ്സ് പോലെയുള്ള പ്രയോറിറ്റി കിട്ടേണ്ട ആൾക്കാർക്ക് മാക്സിമം ക്രെഡിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. പിന്നെ SLR നമ്മൾ പറഞ്ഞ കാര്യമാണ്, അത് 25%, 38%. അതിനെന്താക്കി മാറ്റുക, ഒരു 25% മാറ്റുക എന്ന് പറഞ്ഞു. ഒരു 4 ലെവൽ ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരിക എന്ന് നരസിംഹ കമ്മിറ്റിയാണ് പറഞ്ഞത്. ഒരു 3-4 ബാങ്കുകൾ ടോപ്പ് ഓഫ് ദി ബാങ്കിങ് സ്ട്രക്ചറിൽ വരുന്നതും, പിന്നെ ജനറൽ ബാങ്കിങ്ങിന് ഒരു 8-10 ബാങ്ക്, കാര്യം അന്ന് അത്ര ബാങ്കുകളേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ താഴെ ലോക്കൽ ബാങ്ക്, അതിൻ്റെ താഴെ റീജിയണൽ ബാങ്ക്,
അങ്ങനെ ഒരു 4 തട്ടിലായിട്ട് നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിനെ മാറ്റിക്കൊണ്ടുവരിക എന്നൊക്കെ ആരാ പറഞ്ഞ നരസിംഹ കമ്മീഷനാണ് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ നോൺ പെർഫോമിങ് അസറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, അതായത് 180 ദിവസങ്ങളായിട്ട് യാതൊരു വരുമാനവും കിട്ടാതെ കിടക്കുന്ന അസറ്റുകളെയാണ് നോൺ പെർഫോമിങ് അസറ്റുകൾ. അവയുടെ ഹാൻഡിലിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നരസിംഹ കമ്മിറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ നോൺ പെർഫോമിങ് അസറ്റ് എന്ന് ചോദിച്ചാൽ, കിട്ടാക്കടങ്ങൾ, നമ്മൾ ഈ ലോൺ കൊടുത്തു ബാങ്ക്, അത് എന്ത് ചെയ്യുന്നില്ല, അവർ തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ ഒരു 180 ദിവസം, അതായത് ഒരു 6 മാസത്തോളം ഇത് അങ്ങനെ അനങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെന്തായിട്ട് നോൺ പെർഫോമിങ് അസറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുകയും അതിന് വേണ്ട നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും എന്നവിടെ റെക്കമെൻഡേഷൻ പറഞ്ഞു തരാം നരസിംഹ കമ്മിറ്റിയാണ്. പിന്നെ അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട്, ലോൺ റിക്കവറിക്ക് വേണ്ടിയിട്ട് ഡെപ്റ്റ് റിക്കവറി ആക്റ്റും പോലത്തെ കാര്യങ്ങൾക്ക് ഇവരുടെ ഒരു റെക്കമെൻഡേഷൻ്റെ കീഴിലാണ് വരുന്നത്. എങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതൊക്കെ. 1998 എന്ത് ചെയ്തു, വീണ്ടും അവരുടെ കമ്മിറ്റി റിഫോമുകൾ, നേരത്തെ പറഞ്ഞ റിഫോമുകൾ ആക്റ്റീവായോ, എന്ത് ചേഞ്ചസ് വന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ഈ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അവരവിടെ റെക്കമെൻഡേഷൻ കൊടുക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ബാങ്കിങ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവരണം, ബാങ്കുകൾ അവരുടെ നോൺ പെർഫോമിങ് അസറ്റ് 3% 2002 കുറച്ചെത്തിക്കുക, അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പിന്നെ ബാങ്കുകൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കണം. അങ്ങനെ പല നിർദ്ദേശങ്ങളും ഗവൺമെൻറ് മുന്നിലേക്ക് ആര് വയ്ക്കുകയാണ്? ഈ നരസിംഹ കമ്മിറ്റി വയ്ക്കുകയാണ്. നമ്മളിന്ന് കാണുന്ന ബാങ്കിങ് സെക്ടറിലെ പല ചേഞ്ചസിന് എന്താണ് ഈ പറഞ്ഞ കമ്മീഷൻ കൊടുത്ത റെക്കമെൻഡേഷൻസാണ് കാരണമായിട്ടുള്ളത്. ഓക്കെ, ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെ റിഫോംസ് കൊണ്ടുവന്നു? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്നൊരു സാധനം 2010 ഗവൺമെൻറ് കൊണ്ടുവന്നു. ഈ ബോഡിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് സാമ്പത്തിക തകരാറുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ പലതും ഫോം ചെയ്യുന്നേ, ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലെ ദൈവത്തിന് അറിയാം. കാര്യം ഈ പറഞ്ഞ പോലെ ഓക്കെ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, RBI ഗവർണർ, SEBിയുടെ ചെയർമാൻ, IRDയുടെ ചെയർമാൻ, അവരൊക്കെയാണ് മെമ്പേഴ്സ്. അവരൊക്കെ ഇതേപോലെ ഇങ്ങനെ ഒരു കാര്യത്തിന് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ദൈവത്തിന് അറിയാം. ബട്ട് സ്റ്റിൽ നല്ല ഉദ്ദേശങ്ങളോടാണ് ഇതുപോലെ അതും വരുന്നത്. പിന്നെ മെർജർ ഓഫ് ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ ആൻഡ് സെക്യൂരിറ്റി. ഇപ്പോൾ ഫോർവേഡ് മാർക്കറ്റിന് എന്താണ് ഈ ഫോർവേഡ്, ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഫോർവേഡ് പറഞ്ഞാൽ എന്താണ്, ഡെറിവേറ്റീവ്സ് എന്താണ്, കമോഡിറ്റി മാർക്കറ്റ് എന്താണ്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഒന്ന് മനസ്സിലാക്കുക, ഫോർവേഡ് മാർക്കറ്റ് F&O സെഗ്മെൻ്റ് എന്ന് പറയും. F&O സെഗ്മെൻറ്റും സെബിയും 2 വ്യത്യസ്ത സാധനങ്ങളായി നിലനിന്നു. അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുവന്നു. അത്ര അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് കൊണ്ടുവന്നു. ഇതെന്തിനാന്ന് ചോദിച്ചാൽ, ഒരാളിനെ എങ്ങനെ പാപ്പയായി പ്രഖ്യാപിക്കാം, എങ്ങനെ ഒരാൾ ലോൺ അടയ്ക്കാൻ കഴിയാത്ത ഒരാൾ വന്നാൽ അയാൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുപാട് നിയമങ്ങളിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സെറ്റ് ഓഫ് ലോസിനാണ് ഈ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് എന്ന് പറയുന്നത്. 2016 നിലവിൽ വന്നു. പല കാര്യങ്ങളുണ്ട് കേട്ടോ. എന്താണ് ട്രിബ്യൂണലുകൾ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഏത് ട്രിബ്യൂണൽ എന്ത് ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രീതികളുണ്ട് അത് ഹാൻഡിൽ ചെയ്യുന്നതിന്. അതെങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ ബാങ്കിങ് റെഗുലേഷൻ ഓർഡിനൻസ് വന്നു. ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസ് അതൊന്നും വായിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഇൻഷുറൻസ് സെക്ടറിൽ എന്ത് ചേഞ്ച് വന്നു? പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിലൂടെ സാധാരണക്കാരനിലേക്ക് ഇൻഷുറൻസ് എത്തിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ലക്ഷം രൂപ ആക്സിഡൻ്റൽ ഡെത്ത് ആൻഡ് പ്രീമച്വർ ഡെത്തിന്, 1 ലക്ഷം രൂപ പാർഷ്യൽ ഡിസബിലിറ്റിക്കും കവർ ചെയ്യുന്ന രീതിയിൽ എന്തുകൊണ്ടുവന്നു? ഇൻഷുറൻസ് കൊണ്ടുവന്നു. അവരുടെ പ്രീമിയം എത്രയായിരുന്നു? ജസ്റ്റ് ₹12 per annum ആയിരുന്നു. മനസ്സിലായില്ലേ? സിമ്പിളായിരുന്നു, ആർക്കും പാർട്ടാവാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന വന്നു. അവിടെ കുറച്ചും കൂടെ നല്ലൊരു കവറേജ് കിട്ടി. അവിടെ പ്രീമിയം കൂടുതലായിരുന്നു. ഓക്കെ, 330 രൂപ പ്രീമിയം ആയിരുന്നു. ഒരുപാട് പേര് അതിൻ്റെ ബെനിഫിറ്റുകൾ നേടാൻ തുടങ്ങി. പിന്നെ പെൻഷൻ ഇല്ലാത്തവർക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി അടൽ പെൻഷൻ യോജന കൊണ്ടുവന്നു. വളരെ ബെനിഫിറ്റായിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അതിലും വളരെ ചെറിയൊരു എമൗണ്ട് ആയിരുന്നു കേട്ടോ ഇതായിട്ട് വരുന്നത്, എന്തായാലും പ്രീമിയം ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ആയുഷ്മാൻ ഭാരതിൻ്റെ അകത്തൂടെ എന്തായി മെഡിസിൻസ്. ഓക്കെ, മെഡിസിൻസിനെ എല്ലാ സാധാരണക്കാർക്കും അഫോർഡബിൾ ആക്കി മാറ്റിയത് ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ അകത്തൂടെയാണ്. ഞാൻ അതിൻ്റെ ഇതിലേക്കൊന്നും പോകുന്നില്ല, ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു നിമിഷം പഠിക്കുന്നവരായിരിക്കും ഇത് കാണുന്ന 90% ആൾക്കാരും
അവർക്ക് ആ പേരുകളെങ്കിലും ഓർത്തിരിക്കാൻ പറ്റിയ വലിയ കാര്യം. ടാക്സ് റിഫോമുകൾ എന്തൊക്കെയാണോ? ചെല്ലയ്യ കമ്മിറ്റിയാണ് ടാക്സ് റിഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുമ്പൊരിക്കൽ. എല്ലാം ചോദിക്കൂടാന്നൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ആ പേരെങ്കിലും പഠിച്ച് വയ്ക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ചെല്ലയ്യ കമ്മിറ്റി 1991 ആണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു ടാക്സ് റിഫോമിന് രൂപീകരിച്ച ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ രാജ ചെല്ലയ്യ. ഓക്കെ, അന്നൊക്കെ ഈ ടാക്സേഷനകത്ത് ഒരുപാട് നൂലുമാലകളുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമാന്മാർ മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ വെളിയിലേക്ക് കൊണ്ടുവരാം, ഈ കോംപ്ലക്സിറ്റി എങ്ങനെ കുറയ്ക്കാം. ഭയങ്കര കോംപ്ലക്സാണ് ടാക്സിൻ്റെ, അറിയാമല്ലോ. ജസ്റ്റ് ടാക്സ് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. ഈ കോംപ്ലക്സിറ്റി എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി കൊണ്ടുവന്നത്. പിന്നീടാണ് കേൽക്കർ കമ്മിറ്റിയാണ്. ഇവർ പക്ഷേ ടാക്സേഷനായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതല്ല, ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ വരണമെന്ന് റെക്കമെൻഡ് ചെയ്തവരാണ് ഡോക്ടർ വിജയ് കേൽക്കർ. ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ എന്തായിരുന്നു പുള്ളി? ഇതല്ല, ഫിനാൻസ് കമ്മീഷനല്ല, GST റെക്കമെൻഡ് ചെയ്യുന്ന ഇയാളാണ് കേട്ടോ. ഡോക്ടർ വിജയ് കേൽക്കറാണ് GST എന്ന സിസ്റ്റം കൊണ്ടുവരണമെന്ന് റെക്കമെൻഡേഷൻ ആദ്യം മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇയാൾ പല ചെല്ലയ്യ കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞതുപോലെ എങ്ങനെ നമുക്ക് ടാക്സി സിസ്റ്റം സിംപ്ലിഫൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പല ഐഡിയകളും കൊണ്ടുവന്ന ആളാണ്. നമ്മളിന്ന് പഠിക്കുന്ന ടാക്സേഷൻ സിസ്റ്റത്തിൻ്റെ പല ഇൻപുട്ടുകളും ഇവരുടെ കമ്മിറ്റിയൊക്കെയാണ് റെക്കമെൻഡേഷനായിട്ട് മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഫിസ്ക്കൽ സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇൻകമായ ടാക്സിനെ കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ ചിലവുകളെക്കുറിച്ചും അവരുടെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോളിസി തന്നെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഫിസ്ക്കൽ സെക്ടറിൽ, ഗവൺമെൻറ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സെക്ടറിൽ എന്തൊക്കെ റിഫോംസ്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം. GST എന്ന് പറയുന്നതാണ്. എന്താണ് GST എന്ന് ഇപ്പോഴും പലർക്കും ഒരു ധാരണ കിട്ടിയിട്ടില്ല എന്നുള്ള വേറൊരു കാര്യം. ഒറ്റവാക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല ടാക്സുകളെയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരൊറ്റ ടാക്സ് സിസ്റ്റമായിട്ട് വന്നതാണ് GST എന്ന് പറയുന്നത്. ഇവിടെ GSTയുടെ വരുമാനം ആരൊക്കെ ഷെയർ ചെയ്യും? കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഷെയർ ചെയ്യുന്ന രീതിയിലാണ്. കണ്ടിട്ടില്ല, 9% ഫോർ SGST, 9% ഫോർ CGST എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ലാബിലാണ് ഇവരെ സിസ്റ്റം പോകുന്നത്, ടാക്സേഷൻ സിസ്റ്റം പോകുന്നത്. 1 ടാക്സ് 1 മാർക്കറ്റ് 1 നേഷൻ എന്നൊരു സ്ലോഗനോട് കൂടിയാണ് GST വന്നത്. ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനകത്തുണ്ട്. പ്രസൻറ്റ് ഇത് തന്നെയാണ് 5-12. ഇത് എന്ത് ചെയ്യും? GST കൗൺസിലുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ചെയർമാൻ ആവുന്ന GST കൗൺസിലുണ്ട്. അതിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പല ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇത് പണ്ട് കൊണ്ട് നമ്മളെ വാറ്റിൻ്റെ അകത്തുണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞുകൂടാതെ പോയൊരു സാധനമാണ്. അതായത് ഞാനിപ്പോൾ ഒരു 100 രൂപയുടെ സാധനം വാങ്ങിച്ചു, എന്തോ പ്രോസസ്സ് ചെയ്ത് 120 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഞാൻ ഈ 120 രൂപയുടെ 18% GST അടയ്ക്കണമല്ലോ. ഓക്കെ, ഈ 100 രൂപയുടെ സാധനം ഒരാൾ വിറ്റില്ലേ, അയാൾ ഒരു 18% GST അടച്ചതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണ്ട? വീണ്ടും അടച്ച ടാക്സിന് മേലെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ അഡീഷണലായിട്ട് എത്ര രൂപയുടെ സാധനം വയ്ക്കുന്നത്? ഈ 20 രൂപയുടെ സാധനത്തിന് എനിക്ക് എന്ത് കൊടുത്താൽ മതി? GST കൊടുത്താൽ മതി. 20 രൂപയ്ക്ക് GST എടുക്കുമെന്നല്ല, പകരം എന്ത് ചെയ്യും? ഞാൻ 120 രൂപയ്ക്ക് അടച്ചിട്ട് അടയ്ക്കാൻ വേണ്ടി പോയിട്ട്, ഓക്കെ, എൻ്റെ ടാക്സേഷനായിട്ട് എൻ്റെ ഈ ഇത്ര രൂപയുടെ ടാക്സ് അടയ്ക്കാനുണ്ടെന്നൊരു വരും, പിന്നെ ലൈബിലിറ്റി പോലെ വരും. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ വാങ്ങിച്ച ഇൻപുട്ടിൽ എനിക്ക് ഇത്ര ടാക്സ് അയാൾ ഓൾറെഡി അടച്ചിട്ടുണ്ട്, അതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ക്ലെയിം ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിച്ച് ഔട്ട്പുട്ട് ഉണ്ടാക്കി വിൽക്കുമ്പോൾ ആ റോ മെറ്റീരിയൽ വിറ്റാലൊരു ടാക്സ് അടച്ചിട്ടുണ്ടാവുമല്ലോ, അതെനിക്ക് എന്ത് ചെയ്യണ്ട? എനിക്ക് അടയ്ക്കേണ്ട. അത്രയും പാർട്ട് പോയിട്ട് ബാക്കിയുള്ളതിന് എനിക്ക് ടാക്സ് അടച്ചാൽ മതി. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം. ഒറ്റ അടിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. GST ടാക്സ് നെറ്റ്വർക്ക് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പ്യൂട്ടറൈസ്ഡ് ആൻഡ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, GSTയുടെ പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് GST ടാക്സ് നെറ്റ്വർക്ക് കൊണ്ടുവന്നത്. അത്രയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓട്ടിച്ച് വിട്ടതാണ്. ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഓക്കെ, പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട്. പറ്റുന്ന അത്രയും എന്ത് ചെയ്യുക? മേജർ ഹെഡിൻ്റെ താഴെ ഞാനൊരു 20 മാർക്കിന് എഴുതാനുള്ള സാധനം എനിക്കറിയാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി? ബാങ്കിങ്ങിൻ്റെ റിഫോം നോക്കി, ഫിസ്ക്കലിൻ്റെ റിഫോം നോക്കി, അതേപോലെ വേറെ എന്തൊക്കെയാണ് നോക്കിയല്ലോ, ഫിനാൻഷ്യൽ സെക്ടറിലെ നോക്കി. ഇതുപോലെ ഓരോ മേജർ ഹെഡിങ്ങിൻ്റെ താഴെയും ഒരു മെയിൻ 5 പോയിൻ്റ് എഴുതാൻ എനിക്കറിയാം. 20 മാർക്കിന് ഞാനത് എഴുതി ഫലിപ്പിക്കുമെന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അല്ലാതെ എല്ലാം കിടന്ന് കാണാൻ പഠിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കീമുകൾ പറ്റുന്ന അത്രയും ഓർമ്മിച്ച് വയ്ക്കുക, പലതും ഇൻഡിവിജ്വലി ചോദിക്കാം. ഓക്കെ,
നമുക്ക് ചോദ്യങ്ങൾ ഡിസ്കസ് ദ മേജർ അഡ്വാൻറ്റേജസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് GST. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? പല ടാക്സുകളുണ്ടായിരുന്നത് ഇപ്പോൾ ഒരൊറ്റ ടാക്സിലേക്ക് വന്നു. നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. കേന്ദ്രവും പിന്നെ സ്റ്റേറ്റും കൂടെ ടാക്സ് വീതിച്ചെടുക്കുന്ന സിസ്റ്റം വന്നു. ആരോട് ഇതൊക്കെ ചെന്ന് ചോദിക്കുമെന്നുള്ള പണ്ട് ഉണ്ട് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആരും ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റർ ഉൾപ്പെടുന്ന GST കൗൺസിലുണ്ട് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ 100% കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. പിന്നെ എന്തൊക്കെ പറയാം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കി കിട്ടി GSTക്കകത്തൂടെയാണ്. പിന്നെ സർവീസിനെ ടാക്സിൻ്റെ പെർവ്യൂവിലേക്ക് കൊണ്ടുവന്ന GST ആണ്. പിന്നെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഒരു സാധനം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു, ഇങ്ങോട്ട് പോയി എവിടെ ആയിക്കോട്ടെ, എവിടെയാണോ അത് ഫൈനൽ കൺസ്യൂം ചെയ്യുന്ന ആളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് കളക്ട് ചെയ്യുന്നത്. സപ്ലയറാണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് റിവേഴ്സ് ചാർജ് മെക്കാനിസം, ചില കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി റിവേഴ്സ് ചാർജ് മെക്കാനിസങ്ങളുണ്ട്. അങ്ങനെ ടെക്നിക്കൽ ഒരുപാട് വശങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നത്, എനിക്കറിയില്ല നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന്, നിങ്ങളുടെ ഓർമ്മ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, മേജർ ഫെസിലിറ്റീസ് ഓഫർഡ് അണ്ടർ ആയുഷ്മാൻ ഭാരത് സ്കീം. ആയുഷ്മാൻ ഭാരത് സ്കീം നമ്മൾ നോക്കിയ സാധനമാണ്. ഹെൽത്ത് ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസും അല്ലെങ്കിൽ പിന്നെ ഈ മെഡിക്കൽ ബെനിഫിറ്റ് സാധാരണക്കാരിലേക്ക് എത്തുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ആയുഷ്മാൻ സ്കീം. അതിൻ്റേതായ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, നോക്കുക. ഡിസ്കസ് സർവീസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം. ഓക്കെ, അത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. സർവീസിൻ്റെ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഒന്ന് വായിച്ച് നോക്കുക. ഓർമ്മയുണ്ടെങ്കിൽ പറയുന്ന എത്ര എഴുതുക. ക്രിട്ടിക്കൽ എക്സാം റെക്കമെൻഡേഷൻ നരസിംഹ കമ്മിറ്റി. ഇപ്പോൾ എന്തിനാണ് നരസിംഹ കമ്മിറ്റി, എന്തിനാണ് കേൽക്കർ കമ്മിറ്റി എന്ന് ഓർമ്മ വേണം. നരസിംഹ എന്തിനായിരുന്നു? ബാങ്കിങ് റിഫോംസിന് വേണ്ടിയിട്ടായിരുന്നു. കേൽക്കർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫിനാൻഷ്യൽ, നമ്മുടെ ടാക്സേഷൻ സിംപ്ലിഫൈ ചെയ്യുക, അതിൽ കുറേ സാധനങ്ങളൊക്കെയാണ് കേൽക്കർ, ഡോക്ടർ വിജയ് കേൽക്കർ തന്നത്. ഓക്കെ, ഇതൊരു അപ്പൻഡിക്സ് പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് നോക്കി പോവാണ്. എന്തിൻ്റെയാണ്, ഹെഡിങ് ഒന്നുമില്ലല്ലോ, തലയും മലൊന്നുമില്ല അതിട്ടേക്കാം. റസ്കൽസ്. ഓക്കെ, റിഡക്ഷൻ ഇൻ റേറ്റ് ഓഫ് കോർപ്പറേറ്റ്, ഇതൊക്കെ പല കാലങ്ങളിലായിട്ട് ഒന്ന് ചേഞ്ച് ആയിരിക്കാം. ഡയറക്റ്റ് ടാക്സ് ഇതൊന്നും അല്ല ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഓക്കെ, പലതും മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇത് വായിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം മാറിയിട്ടുണ്ടെന്നല്ല, കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇൻഡയറക്റ്റ് കുഴപ്പമില്ല, ഇൻഡയറക്റ്റ് ടാക്സ് കറക്റ്റാണോ മീൻസ് ചേഞ്ചസ് വന്നിട്ടുണ്ടോ. എപ്പോഴും ടാക്സേഷൻ്റെ പെർസെൻറ്റേജൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കാണാതെ പഠിക്കുക മീൻസ് നടപ്പുള്ള കാര്യമല്ല. ഇതെല്ലാം ഫാക്ട്സാണ്, ഒന്നും കോൺസെപ്റ്റുകളല്ല. ഫാക്റ്റുകൾ പഠിക്കുക എന്ന് പറയുന്നത് അവിടെ തന്നെ പറയുന്നുണ്ട് അവർ. 2021, 2022, ഇപ്പോൾ 2024, 2025 ഓടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഇതൊന്നും നിങ്ങൾ വായിക്കാതിരിക്കേണ്ട. ഐ തിങ്ക് ബെറ്റർ നിങ്ങൾ അവസാന നിമിഷം പഠിക്കുന്നവരാണെങ്കിൽ ടെൻഷൻ ആവാതിരിക്കുക. ഞാൻ പറഞ്ഞൊരു അപ്രോച്ച് എടുക്കുക. എല്ലാ മേജർ ഹെഡിങ് എടുക്കുക. ഓരോ ഹെഡിങ്ങിൻ്റെ കീഴിൽ 20 മാർക്കിന് എഴുതാനുള്ള സാധനം എനിക്കറിയാമോ. പിന്നെ മേജർ സ്കീമുകൾ മാത്രം. ആയുഷ്മാൻ ഭാരത്, പിന്നെ പ്രധാനമന്ത്രി ജൻധൻ യോജന, അങ്ങനെയുള്ള മേജർ സ്കീമുകൾ മാത്രം അതേപോലെ ഒന്ന് നോക്കി 20 മാർക്കിന് എഴുതാനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ടോ എന്ന് മാത്രം ഒന്ന് ഉറപ്പാക്കുക. ഓക്കെ, താങ്ക് യു.